So, hi everyone, I'm Revati Ramesh, a first year medical student at Government Medical College, Kozhikode. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ലാസ്റ്റ് ഇയർ 2024 ഡിസംബറിൽ ഈ ഒരു ടൈം ആയപ്പോഴാണ് ഞാനും എൻ്റെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു ടൈം. അപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് ഇതിനെ കൊണ്ട് പറ്റുമോ, സിലബസ് എങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ വളരെയധികം ഡൗട്ട് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങളോട് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റും, നിങ്ങൾക്കൊരു 4 മാസം കൺസിസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്ന ടോപ്പിക്സ് മാത്രമാണ് നീറ്റിനുള്ളത്. ആൻഡ് അതേപോലെ കുറേ അധികം കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഇതേപോലെ ബാക്ക്ലോഗ്സ് ഉണ്ട്, മോക്ക് എക്സാംസിന് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. കുറച്ച് പേർക്കൊക്കെ എനിക്ക് റിപ്ലൈ പേഴ്സണലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ബൈ ചാൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി നീറ്റ് ആസ്പിറൻസ് ഔട്ട് ദെയർ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിപ്പോൾ കുറേ അധികം കുട്ടികൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ബാക്ക്ലോഗ്സ് ഇത്രയധികം വന്നത്? മേ ബി ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന പോലെ തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എല്ലാം ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇരുന്ന് അങ്ങനെ ടൈം പോയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടോ ആകാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഓരോ മെഡിക്കോസും അതേപോലെ ഓരോ ടോപ്പേഴ്സും ഇതേപോലെ ഒരു ഫേസിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളവർ തന്നെയായിരിക്കും. അവർക്കും ഇഷ്ടം പോലെ ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടാവും, അത് ഷുവറാണ്. സോ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? അവരുടെ അപ്രോച്ച്, ആ ഒരു സിറ്റുവേഷനിൽ അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതനുസരിച്ചാണ് അവർക്ക് പിന്നെ അങ്ങോട്ട് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇന്നത് എങ്ങനെയാണോ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ച് കളയാൻ നമുക്ക് സമയമില്ല. ഇനി ആകെ നമുക്ക് 4 മാസം, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസമാണുള്ളത്. അപ്പോൾ ആ 4 മാസത്തിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് കളയുന്ന ഓരോ സമയവും മറ്റൊരു കുട്ടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭയങ്കര കോമ്പറ്ററ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നിങ്ങൾ അതിൻ്റെ അകത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ 100% കൊടുക്കാൻ പറ്റുന്നോ അതനുസരിച്ചാണ് നിങ്ങളുടെ സക്സസ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. സോ മാക്സിമം, നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. അതിപ്പോൾ ചില ദിവസം നിങ്ങൾക്ക് പറ്റി എന്ന് വരില്ല, പക്ഷെ സ്റ്റിൽ നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കണം. എല്ലാ ദിവസവും ചെറിയൊരു ടോപ്പിക് എങ്കിലും പഠിച്ചിട്ടേ ഉറങ്ങൂ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ഇപ്പോൾ ഒരു 15 മണിക്കൂർ പഠിക്കുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ഇത് കോമൺലി നമ്മൾ കാണാം ഹോസ്റ്റൽസിലൊക്കെ ഒരു സെനാരിയോ ആയിട്ടാണ് കേട്ടോ. ഒരു കുട്ടി 15 മണിക്കൂർ പഠിക്കുന്നു, എനിക്കത് അത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നിങ്ങൾ മറ്റൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പോകരുത്. നിങ്ങൾ ഇന്നത്തെ വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം പഠിക്കാൻ പറ്റുമോ, ഇതായിരിക്കണം നിങ്ങളുടെ കമ്പാരിസൺ. അതായത് ലാസ്റ്റ് ഡേ നിങ്ങൾ പഠിച്ചതിനേക്കാളും എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ഇന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നോളജ് കിട്ടിയോ ഇന്ന്, അതായിരിക്കണം നിങ്ങളുടെ കമ്പാരിസൺ. ഇല്ലാണ്ട് നിങ്ങൾ മറ്റൊരു കുട്ടി ഇത്ര മണിക്കൂർ പഠിച്ചു, അവർ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. അതിനുള്ള ടൈം ഒന്നും നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ 4 മാസം. ആ 4 മാസം ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പമുള്ള ബാക്കിയുള്ള കുട്ടികൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നവർ ഉണ്ടാവും. സോ അടുത്തൊരു മിസ്റ്റേക്ക് നിങ്ങൾ മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പ്രസൻ്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ശ്രദ്ധിക്കാതെ, അത് കേൾക്കാതെ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലണ്ടറാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഉള്ള ടോപ്പിക്കും കളയുകയാണ്, അതിന് മുന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ ഓൾറെഡി പോയി, ഇപ്പോൾ ഉള്ള ടോപ്പിക്കും കൂടെ കളഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം കൂടെ വേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ആയിട്ട് വരികയുള്ളൂ. അത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും, ബാക്കിയുള്ള ടൈം പിന്നെയും നിങ്ങളുടെ വേസ്റ്റ് ആവുകയേ ഉള്ളൂ. സോ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം നിങ്ങൾ ഇപ്പോൾ പോകുന്ന ടോപ്പിക്സ് ഇപ്പോൾ തന്നെ കവർ ചെയ്ത് പോകാൻ നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യുക? നിങ്ങൾ ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 hours നിങ്ങൾ ബാക്ക്ലോഗ്സിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക. ആ ഒരു ടൈം സ്പാനിലായിരിക്കണം നിങ്ങൾ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യുക. ശരിയാണ്, അപ്പോൾ ഈ ജസ്റ്റ് 1 to 2 hours ഒരു ഡേ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്ന് വരാം. പക്ഷെ സ്റ്റിൽ യു ആർ മേക്കിംഗ് എ പ്രോഗ്രസ്. അതിലാണ് കാര്യമുള്ളത്. സോ ഇപ്പോൾ പ്രസൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അത് അതേപോലെ തന്നെ കേൾക്കുക, പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ്
ചെയ്യുക. ആൻഡ് ഓരോ ദിവസം ഒരു 1 to 2 അവേഴ്സ് ബാക്ക്ലോഗ്സിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ബാക്ക്ലോഗ്സിന് വേണ്ടി ഒരു 2 അവേഴ്സ് നിങ്ങളുടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ എങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായിരിക്കും ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളൊരു ബാക്ക്ലോഗ്സിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. കംപ്ലീറ്റ് ലിസ്റ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ അതെല്ലാം ഒരു ലിസ്റ്റാക്കി കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റാക്കി വെക്കാം. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിച്ചിട്ട് മറന്നു പോയൊരു ടോപ്പിക്ക്, അങ്ങനെ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ ഈ ബാക്ക്ലോഗ്സിൻ്റെ ലിസ്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കുറേ അധികം ടോപ്പിക്സ് എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് അതിനിപ്പോൾ നോക്കണ്ട. അത് നമുക്ക് പിന്നെ നമുക്ക് മോക്ക് എക്സാംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മറന്നുപോയ ടോപ്പിക്സ് ഒക്കെ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ എന്താണ് ഇപ്പോൾ പെൻഡിങ് ഉള്ളത്, നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത് എന്നുള്ളൊരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റാക്കി ആദ്യം വെക്കാം. സ്റ്റെപ്പ് നമ്പർ 2, അതായത് നിങ്ങൾ ഈ ഉണ്ടാക്കിയ ലിസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ടൈം ടേബിൾ സെറ്റാക്കാം. ഈ ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര എലാബറേറ്റ് ആയിട്ട് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിനെ കുറിച്ചല്ല. ജസ്റ്റ് ഇന്നൊരു ദിവസം ഇന്ന ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ ഉള്ള ടൈം ടേബിൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ കാരണം നമുക്കൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ ചിലപ്പോൾ ഒരാഴ്ച എടുത്തു എന്ന് വരാം. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. നിങ്ങൾ ആ ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു, നിങ്ങളെല്ലാ ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നു, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. സോ അത് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആകെ ഫിസിക്സ് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫിസിക്സ് മാത്രമായിട്ട് പഠിക്കരുത്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ഔട്ട് ആയി പോകും. 3 സബ്ജക്ട്സും ഈക്വൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിട്ട് വേണം ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. 3 സബ്ജക്ട്സിൽ നിന്നും നിങ്ങളുടെ എന്തൊക്കെ പെൻഡിങ്സ് ഉണ്ടോ ആ പെൻഡിങ്ങിൽ നിന്ന് ഒരു ടോപ്പിക്ക് വീതമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ അജണ്ട. സ്റ്റെപ്പ് നമ്പർ 3, ഇത് എനിക്ക് ഭയങ്കര റെലവെൻ്റ് ആയിട്ട് തോന്നിയ ഒരു ടോപ്പിക്കാണ്. കാരണം ഒട്ടുമിക്ക എല്ലാവരും ഈ നീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ +2 പഠിച്ച പോലെ എല്ലാ ടോപ്പിക്സും അതേപോലെ മഗപ്പ് ചെയ്യാൻ നോക്കും. ചില ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ചിലപ്പോൾ നമുക്ക് 1 2 ക്വസ്റ്റ്യൻ ആയിരിക്കും മാക്സിമം നമുക്കവിടെ കിട്ടാൻ പോവുക. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്ത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. പക്ഷെ നമുക്കതല്ല വേണ്ടത്. നീറ്റിൻ്റെ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് കമ്പയർ ടു ആ +2. അപ്പോൾ അതിനകത്ത് ചില ടോപ്പിക്സ് ഹൈ yielding ടോപ്പിക്സ് ഉണ്ടാവും, ചില ടോപ്പിക്സ് അത്ര റെലവെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഫിസിക്സിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സ്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്, വേവ്സ്, ഇതൊക്കെ ഭയങ്കര റെലവെൻ്റ് ആണ്. അവരതിൻ്റെ അകത്ത് നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് എപ്പോഴും തന്നെ. ഈ ഗ്രാവിറ്റേഷൻ അതൊക്കെ ഇൻക്ലൂഡ് ആട്ടോ. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെ നിങ്ങൾ കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ പെൻഡിങ് ആണെങ്കിൽ ആ ടോപ്പിക്സ് എന്തായാലും ആദ്യം പഠിച്ച് തീർക്കാൻ ശ്രമിക്കാം. അതേപോലെ കെമിസ്ട്രിയിലാണെങ്കിൽ തന്നെ നമ്മുടെ ഓർഗാനിക് പോർഷൻസ് ഒക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, ഇക്വിലിബ്രിയം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ടോപ്പിക്സിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം എന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ എന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ ബയോളജീൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ജെനറ്റിക്സിൻ്റെ പോർഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോടെക്നോളജി, പിന്നെ നമ്മുടെ ഓർഗാനിസം, ഇതിൻ്റെ അകത്തു നിന്നൊക്കെ റിപ്പീറ്റഡ്ലി എല്ലാ വർഷവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അപ്പോൾ ആ പോർഷൻസിൻ്റെ അകത്തൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ലൈൻ ബൈ ലൈൻ ഒന്ന് വായിച്ച് അത് പഠിച്ച് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ എന്തായാലും ശ്രമിക്കണം. ഇനി സ്റ്റെപ്പ് നമ്പർ 4, റിസോഴ്സസ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ അധികം കുട്ടികൾ എനിക്ക് റിപ്പീറ്റഡ്ലി മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. എന്ത് റിസോഴ്സസ് ആണ് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ടെക്സ്റ്റ് ബുക്സ് എക്സ്ട്രാ വാങ്ങിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്, അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ്. പക്ഷേ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിക്കാൻ പറ്റണം. ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കഴിഞ്ഞ ലാസ്റ്റ് 2025 എക്സാമിന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്തു നിന്ന് പോലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത്ര ഇൻ ഡെപ്ത് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പോയാൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ അത്ര റെലവെൻ്റ് ആണ്, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. രണ്ടാമത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ്. നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ ഒരു രീതിയിലും മടി കാണിക്കേണ്ട ആവശ്യമില്ല.
എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും, ഒരു ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും എന്ന് തോന്നുക, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാസ്റ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും മറിച്ച് നോക്കാൻ നമുക്ക് അധികം സമയം ഉണ്ടാവില്ല, എക്സാമിന് പോകുന്നതിന് മുന്നേ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ്. ആ ഷോർട്ട് നോട്ട്സിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എല്ലാ ദിവസവും മാക്സിമം ബ്രഷ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ്. പിന്നെ മൂന്നാമത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം മോക്ക് എക്സാം പേപ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്ലി എക്സാംസ് നടത്തുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർ ആ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത്രയധികം അവർ അതിൻ്റെ പുറകിൽ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ആ ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് അവർ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്കപ്പോൾ അത് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചിലപ്പോൾ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് തിരിച്ച് നിങ്ങളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ സാരില്ല, ആ ടോപ്പിക് എടുക്കുക, വീണ്ടും പോയി ഒന്നുകൂടെ പഠിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയധികം റിസോഴ്സസ് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. വേറെ കുറേ അധികം ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അതും ഇത്ര നമ്പർ വാങ്ങിക്കണം എന്നൊന്നുമല്ല. ഒരു ബുക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, അത് ഏറ്റവും ബെസ്റ്റ് ഏതാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നത് തന്നെയാണ്. അത്രയും മതി. അതിൽ കൂടുതൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളൊരു കാര്യമായിരിക്കും, അതായത് ഇന്നൊക്കെ ഒരു കുട്ടി ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇന്ന ബുക്ക് റെഫർ ചെയ്യാറുണ്ട്, അവർ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു ദിവസം ചെയ്യുക. അപ്പോൾ അതിലല്ല കാര്യം. നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിലാണ് കാര്യം. ക്വസ്റ്റ്യൻസ് ചെയ്യണം, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ ലാസ്റ്റ് 4 months നിങ്ങൾ എങ്ങനെയാണോ ആ ടോപ്പിക്കിനെ പഠിക്കാൻ പറ്റുന്നത്, അതിൻ്റെ അകത്ത് ഇൻ ഡെപ്ത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു, അതിലാണ് കാര്യമുള്ളത്. സ്റ്റെപ്പ് നമ്പർ 5, മോക്ക് എക്സാംസ് റെഗുലർലി അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ മോക്ക് എക്സാംസും അതേപോലെ വീക്ക്ലി എക്സാംസിന് അത്രയധികം റെലവൻസ് ഉണ്ട്. സാധാരണ ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ കോമൺലി കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ഇപ്പോൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് പെൻഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഓർക്കുക, ഓക്കെ എക്സാംസ് ഇപ്പോൾ അറ്റംപ്റ്റ് ചെയ്താൽ മാർക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ മാർക്ക് കിട്ടാണ്ടിരുന്നതിന് എനിക്കത് വിഷമാവില്ലേ കൂടുതൽ, അപ്പോൾ അങ്ങനെ പഠിക്കാണ്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മോക്ക് എക്സാംസ് ഒക്കെ എഴുതാണ്ടിരിക്കും. അവർ ആ ടൈം കൂടെ പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം റിപ്പീറ്റഡ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ആ ഒരു എൻവയൺമെൻറ്റിൽ, അതായത് ആ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്ത് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നമുക്ക് ലാസ്റ്റ് നമ്മൾ നീറ്റ് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പഠിച്ചില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും മോക്ക് എക്സാംസ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ അത് പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ സാധാരണ നമ്മുടെ റൂമിലിരുന്ന് എക്സാംസ് എഴുതണ പോലെ അല്ല, നമ്മളൊരു എന്താ പറയുക, ആ ഒരു ഫ്രെയിം വർക്കിൽ ഇരുന്ന് എഴുതുമ്പോൾ നമുക്ക് വരിക. അതായത് നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആ ഒരു ടൈം സ്പാൻ ആ 3 മണിക്കൂറിൽ കറക്റ്റായിട്ട് നമ്മളിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, നമുക്ക് നെഗറ്റീവ് മാർക്സ് ഒക്കെ എങ്ങനെ കുറയ്ക്കാം. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മോക്ക് എക്സാംസ് എഴുതി മാത്രമാണ്. സോ അതുകൊണ്ട് ഈ മോക്ക് എക്സാംസ് നിങ്ങളെ എന്താ പറയുക, ടെസ്റ്റ് ചെയ്യാൻ എന്ന് ഉള്ളതിനേക്കാളും ഉപരി ഒരു അനാലിസിസ് ആണ്. എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, എന്താണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ മോക്ക് എക്സാം. അപ്പോൾ ഒരിക്കലും മോക്ക് എക്സാംസിനെ അത്ര സിമ്പിളായിട്ട് കാണരുത്, അല്ലെങ്കിൽ അതത്ര നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. അതിനത്ര റെലവൻസ് ഉണ്ട്, അതെന്തായാലും അറ്റംപ്റ്റ് ചെയ്യുക. സോ ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് ഇയർ ഇങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഐ തിങ്ക് ഇത് കുറേയും കൂടെ എനിക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ബിയോണ്ട് ഓൾ ദാറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു നീറ്റ് എക്സാം ആണ് ഏറ്റവും വലിയ എന്താ പറയുക, അതാണ് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിൽ ഇത് പഠിക്കരുത്. സോ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ,
നിങ്ങളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് കളഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം അല്ല ഇത്. ഇത്രയധികം സ്ട്രെസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്ക് ആക്കിയിട്ട് എന്താ പറയുക, ഈ എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂ, അങ്ങനെ ആ ഒരു ക്രാക്ക് ചെയ്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ, എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇഫ് യു ക്യാൻ എൻജോയ് ദിസ് പ്രോസസ് ഓഫ് ലേണിംഗ് നല്ല രസമാണ്. അങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു നിങ്ങൾക്കിത് ഷ്യൂർലി ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയുള്ള എക്സാമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. കുറേയധികം കുട്ടികൾ സ്ട്രെസ് അടിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിക്കും. അതായത് അവർ മെൻ്റലി ഹാപ്പി അല്ലാണ്ട് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നു. ഓട്ടോമാറ്റിക്കലി ആ സ്ട്രെസ്സ് കാരണം അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റാണ്ടാവുന്നു. അതാണ് ഇവിടെ ബേസിക്കലി ഈ നീറ്റ് എക്സാം കൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സാംസ് പല രീതിയിൽ വരാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ടഫ് ആകാം, സിമ്പിൾ ആകാം, ഡിപ്പെൻസ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കുറേയധികം കുട്ടികൾക്കും അത് ടഫ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ആ ഒരു രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുക്കുക. ഇല്ലാണ്ട് ഓവർ സ്ട്രെസ് ചെയ്തിട്ട് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാണ്ട് ശ്രമിക്കുക. അപ്പോൾ സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി നീറ്റ് ആസ്പിറൻസ് ഔട്ട് ദെയർ. ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാണ്ട് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റട്ടെ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.